ഇവിടെ ആരുമില്ല. എവിടെ പോയി? പെരുമ്പാവൂരിലേക്ക് പോയിരിക്കുന്നു. പെരുമ്പാവൂരിലേക്കോ? എന്തിന്? മാലതിയുടെ അമ്മാവന്റെ വീട് അവിടെയാ. അങ്ങോട്ട് പോയിരിക്കുക. എന്ന് പോയി? ഇന്നലെ രാത്രി. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ലെന്നാ പറഞ്ഞു പോയത്. മാലതി ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ പേര് രവിവർമ്മീനല്ലേ? അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത് അല്ലേ? എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? പറയാൻ പാടില്ലാത്തത് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിനക്കിത് എന്ത് സംഭവിച്ചു മാലതി? നീ തന്നെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ദയവ് ചെയ്ത് നിങ്ങൾ കൂടുതൽ സ്വാതന്ത്ര്യം പ്രയോഗിക്കരുത്. ഞാനൊരു യുവതിയാണ്. ഒരുമിച്ചൊരു കോളേജിൽ പഠിച്ചിരുന്നു എന്നതൊഴിച്ചാൽ മറ്റു ബന്ധങ്ങളൊന്നുമില്ല നമ്മൾ തമ്മിൽ. മറ്റൊരു ബന്ധവുമില്ലേ മാലതി? പഠിച്ചിരുന്ന കാലത്ത് പലതും പറഞ്ഞു കാണും. അത് മരണം വരെ പറഞ്ഞുകൊണ്ട് നടക്കാൻ അത്രയേറെ വിഡ്ഢിയൊന്നുമല്ല ഞാൻ. മാലതി, ദയവ് ചെയ്ത് സത്യം പറ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തുവെന്ന് നീ കരുതുന്നുണ്ടോ? എന്തിനിങ്ങനെ അഭിനയിക്കുന്നു? നിനക്കെന്നെ ഉപേക്ഷിക്കണമെങ്കിൽ മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട്? അനാവശ്യം പറയരുത്. ഞാൻ നിങ്ങളെ സ്വീകരിച്ചെങ്കിലല്ലേ ഉപേക്ഷിക്കണ്ടു. എന്റെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്റെ അമ്മാവന്റെ മകൻ എന്നെ വിവാഹം ചെയ്യാൻ പോകുന്നു. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അദ്ദേഹം ഇപ്പോൾ പുറത്തു പോയിരിക്കാണ്. തിരിച്ചു വരും മുമ്പ് നിങ്ങൾ പോകണം. മാലതി, എന്റെ ഭാവി നശിപ്പിക്കുന്നതിന് വേണ്ടി മേലാൽ ഇങ്ങോട്ട് വരികയും വരുത്. അപ്പോൾ എന്റെ ഭാവിയോ മാലതി? അതിലെനിക്ക് താല്പര്യമൊന്നുമില്ല. എന്റെ ബന്ധുക്കൾ തീരുമാനിക്കുന്നത് ഞാൻ അനുസരിക്കും. എന്റെ ഭാവിക്ക് അതാണ് ആവശ്യം. പക്ഷേ എന്റെ ബന്ധുക്കൾ തീരുമാനിക്കുന്നത് ഞാൻ അനുസരിക്കയില്ല. മാലതിക്ക് വേണ്ടി അനുസരിക്കയില്ല. ഈ ജീവിതത്തിൽ എന്നെ ഇനി അതിന് പ്രതീക്ഷിക്കണ്ട. എന്റെ വിവാഹം നടക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട. ദയവ് ചെയ്തു പോകൂ. പോകൂ. മോള് അകത്തു പോകും. തിരുമേനി, ഇനിയെങ്കിലും ഞങ്ങളൊന്ന് വിട്ടുകൂടെ? ഞങ്ങളൊന്നൊന്ന് ജീവിച്ചു കൊള്ളട്ടെ.